ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കിഡിലൻ ടേസ്റ്റുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് എഗ്ഗ് ബജ്ജി. എഗ്ഗ് ബജ്ജി തയ്യാറാക്കിയെടുക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. പലരും പല ടൈപ്പുകളിലാണ് എഗ്ഗ് ബജ്ജി ഉണ്ടാക്കാറുള്ളത്. എങ്കിൽ അടുത്ത തവണ നിങ്ങൾ എഗ്ഗ് ബജ്ജി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമ്മുടെ വെറൈറ്റി രുചിയിലുള്ള ഈ ഒരു എഗ്ഗ് ബജ്ജി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ 8 കോഴിമുട്ട നന്നായിട്ട് പുഴുങ്ങിയെടുത്തതിന് ശേഷം നടു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കോഴിമുട്ട മാറ്റി വെച്ച് ഇതിലേക്കുള്ള ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് വലിയൊരു ബൗളിലേക്ക് 1 കപ്പ് മുഴുവനായിട്ടുമുള്ള മൈദയും 1/2 കപ്പ് അളവിലുള്ള കടലമാവും കൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അടുത്തതായി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് മാത്രം വെള്ളം ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടി പോവാതെ ശ്രദ്ധിക്കുക. 1/2 ഗ്ലാസ് അളവിലുള്ള വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്ത് ഒരു വിസ്ക് വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1/4 ഗ്ലാസ് അളവിലുള്ള വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കൊരു തിക്ക് ബാറ്ററാണ് ആവശ്യം, അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടി പോവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് എഗ്ഗ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബജ്ജി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഓരോ എഗ്ഗായിട്ട് ഈ ബാറ്ററിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഈ ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് ഈ ബജ്ജി എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും 1 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എഗ്ഗ് ബജ്ജി എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.